രാവിലെ 9 മണിക്കും 10 മണിക്കും ഇടയിൽ ഉണ്ടാകുന്ന സമയത്താണ് ഈ കപ്പൽ അപകടത്തിൽപ്പെടുന്നത്. ആദ്യ പ്രഭവമായിട്ടുള്ള പൊട്ടിത്തെറി ഉണ്ടാകുന്നത് ആ സമയത്താണ്. ആ സമയം മുതൽ ഈ കപ്പൽ കത്തുകയാണ്. ഇപ്പോഴും വലിയ തോതിൽ അത് കത്തി അമരുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളെല്ലാം ഏകദേശം പൂർണ്ണമായി കത്തുന്ന ഒരു സ്ഥിതിയിലോട്ട് മാറി. ആ കപ്പൽ തന്നെ കത്തുന്ന ഒരു സ്ഥിതിയിലോട്ട് മാറിയിട്ടുണ്ട്. വലിയ ഇരുമ്പുകൾ എല്ലാം ഈ ഒരു അഗ്നിക്കിരയാതിൽ മൂലം ഈ പരിസരത്ത് ഏകദേശം ഒരു 1000 ഡിഗ്രിക്ക് മുകളിലുള്ള ഒരു ചൂട് ഉണ്ടാവുമെന്നാണ് വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതിനാൽ തന്നെ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും ഒരുപക്ഷെ ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ള ഒരു വലിയ പ്രയാസം ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. യാതൊരു തരത്തിലും ഈ കപ്പലുകളെല്ലാം ഇന്ന് അപകടം സംഭവിച്ച ഏകദേശം വൈകിട്ടോടുകൂടി തന്നെ ഈ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്ന കപ്പലുകൾക്കെല്ലാം ഈ കപ്പൽ ലൊക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു അപകടത്തിൽപ്പെട്ട കപ്പൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ യാതൊരുവിധ നടപടികളും ഈ തീയെ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഫയർ ഫൈറ്റിംഗ് സംവിധാനമില്ലെങ്കിൽ ആ ഫയർ ഫൈറ്റിംഗ് എന്ന ഒരു പ്രധാന പ്രക്രിയയിലേക്ക് കടക്കാൻ ഈ പോയിരിക്കുന്ന രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കപ്പലുകൾക്ക് ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. 5ഓളം വരുന്ന കോസ്റ്റ് ഗാർഡ് കപ്പലും ഇപ്പോൾ INS സത്ലജ് എന്ന നേവിയുടെ കപ്പലുമാണ് ഈ കപ്പലിന്റെ പരിസരത്തുള്ളത്.